ആസ്ട്രോ ഹീലിംഗിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്കുള്ള ഡിവൈൻ ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് ആരെങ്കിലുമൊക്കെ ഉപദേശം നൽകുമ്പോൾ നിങ്ങൾ ശ്രദ്ധയോടുകൂടി വിവേകത്തോടുകൂടി കേൾക്കുക. കാരണം അവയിൽ ചിലത് നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ്. നിങ്ങളുടെ ലക്ഷ്യം നേടുന്നതിനും കൂടുതൽ മുന്നോട്ട് പോകുന്നതിനും സഹായിക്കാനല്ല എന്നുള്ളത് ഓർക്കുക. നിങ്ങളിൽ ചിലർക്ക് ചുറ്റും മത്സര ബുദ്ധിയുള്ള വ്യക്തികളെ കാണുന്നു. ഒരേ ലക്ഷ്യത്തിന് വേണ്ടി പോരാടുന്നതായി കാണുന്നു. നിങ്ങളുടെ കൂടെ എനിക്ക് ലഭിക്കുന്ന ഊർജം വളരെ പിരിമുറുക്കം ഉള്ളതാണ്. ചുറ്റും ധാരാളം അസൂയയും മത്സരവുമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവരോട് എന്ത് ഷെയർ ചെയ്യുമ്പോഴും വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന നല്ല കാര്യങ്ങൾ, നിങ്ങളുടെ വിജയം, ഇതൊക്കെ ശ്രദ്ധിക്കണം. അതുപോലെ എനിക്ക് ഒരു സിംഹാസനം കാണുന്നു. എല്ലാവരും ഇത് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നു. വിശ്വാസം എന്നത് ഭയപ്പെടുത്തുന്ന ഒരു ഗുണമാണ്. കാരണം അവസാനം ഓരോ വ്യക്തിക്കും അവരവരുടേതായിട്ടുള്ള ഒരു അജണ്ട, ഒരു പ്ലാൻ ഉണ്ട്. ഇവിടെ നിങ്ങളോട് കിങ് ഓഫ് സോർഡ്സിനെ പോലെ പെരുമാറാനാണ് പറയുന്നത്. നിങ്ങളുടെ ഇമോഷൻസിനെ മറികടന്ന് നിങ്ങളുടെ യുക്തി വെച്ചിട്ട് ചിന്തിക്കാൻ പറയുന്നു. തന്ത്രപരമായ ചിന്താഗതി നിങ്ങൾ സ്വീകരിക്കേണ്ടതുണ്ട്. അതുപോലെ നിങ്ങൾ ആരെ വിശ്വസിക്കുന്നു എന്നതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും ആരുടെ ഉപദേശം സ്വീകരിക്കണം എന്നതിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം അവർ നിങ്ങൾക്ക് നൽകുന്ന ഉപദേശങ്ങളിൽ ഭൂരിഭാഗവും അവരുടെ അജണ്ട അല്ലെങ്കിൽ പ്ലാൻ നിറവേറ്റാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്, നിങ്ങളുടെ നന്മയ്ക്കായിട്ടല്ല. പ്രധാനമായും നിങ്ങൾ യുക്തിയോടെ ചിന്തിക്കുക. നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ, നിങ്ങളുടെ ഗട്ട് ഫീലിങ്ങിനെ നിങ്ങൾ ഫോളോ ചെയ്യുക. അതുപോലെ 3 ഓഫ് പെൻറ്റക്കിൾസ് ഇവിടെ കാണിക്കുന്നത് പണവുമായി ബന്ധപ്പെട്ടതിനെയാണ്. ഈ ഒരു കോമ്പറ്റീറ്റീവ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത് പണവുമായി ബന്ധപ്പെട്ടതാകാം. അത് നിങ്ങളുടെ ജോലി സ്ഥലത്തോ പണവുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിലോ എന്തെങ്കിലും പ്രതിഫലവുമായി ബന്ധപ്പെട്ടതോ ആകാം. അതുപോലെ നിങ്ങൾ ആരുടെ കൂടെയാണ് പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ സഹകരിക്കുന്നത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിങ്ങളിൽ ചിലരോട് ആരോ ഒരാൾ എന്തെങ്കിലും സഹായം ചോദിക്കും എന്ന് കാണുന്നു. നിങ്ങളുടെ കൂടെ ജോലി ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറയാം. എന്നാൽ ഈ ഒരു വ്യക്തിക്ക് ഒരു പ്ലാൻ ഉണ്ട്. അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഒളിഞ്ഞ് നിങ്ങളുടെ പ്ലാൻസ്, ഐഡിയാസ് മനസ്സിലാക്കുക എന്നാണ്. നിങ്ങളുടെ ആശയങ്ങളും രീതികളും മോഷ്ടിക്കുക എന്നുള്ളതാണ്. ഈ ഒരു വ്യക്തിയുമായി കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളോട് ഈ സഹായം ചോദിക്കുന്നതിൽ അവർക്ക് നിങ്ങൾ അറിയാത്ത ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം നിങ്ങളിലൂടെ അവർ നേടിയെടുക്കാൻ ശ്രമിക്കാം. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി മുന്നോട്ട് പോകേണ്ടതുണ്ട്. കാരണം ഈ വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് ഒരു നേട്ടമോ അല്ലെങ്കിൽ ഗുണമോ ലഭിക്കുന്നതായി കാണുന്നില്ല. ഈ ഒരു വ്യക്തി നിങ്ങളുടെ ജോലി സ്ഥലത്തുള്ളതാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സുഹൃത്തുമാകാം. ഈ വ്യക്തി നിങ്ങളുടെ സമയം നഷ്ടപ്പെടുത്തുകയും വഴിതെറ്റിക്കുകയും ആയിരിക്കും ചെയ്യുന്നത്. അതുപോലെ ഏതോ ഒരു വ്യക്തി നിങ്ങളോടടുക്കാൻ ശ്രമിക്കും. ഈ ഒരു വ്യക്തി നിങ്ങളിൽ എന്തോ പ്രത്യേകത കണ്ടു. നിങ്ങളിലെ പവറോ അല്ലെങ്കിൽ എന്തെങ്കിലും കഴിവോ ആകാം. അത് നിങ്ങളുമായിട്ട് ഒരു ബന്ധം സൃഷ്ടിക്കാൻ അവരെ പ്രലോഭിപ്പിക്കും. പ്രത്യേകിച്ച് ഈ ഒരാഴ്ച നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. അവർ നിങ്ങളോട് അടുക്കാൻ ശ്രമിച്ചേക്കാം. നിങ്ങളെ അവരുമായിട്ട് കൂടുതൽ അടുപ്പിക്കാൻ പ്രേരിപ്പിച്ചേക്കാം. ഇവരുമായിട്ട് ഓരോ കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് നിങ്ങൾക്കെതിരെ പിന്നീട് അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാകരുത്. അത് നിങ്ങളെ താഴ്ത്തിക്കൊണ്ട് അവരെ ഉയർത്തുന്ന ഒന്നാകരുത്. ഈ വ്യക്തിയുടെ അജണ്ട എന്ന് പറയുന്നത് നിങ്ങളുമായിട്ട് വിധികൾ മാറ്റുക എന്നുള്ളതാണ്. ഈ ഒരു വ്യക്തി ചിലപ്പോൾ നിങ്ങളുടെ ജോലി സ്ഥലത്തോ ഫ്രണ്ട് സർക്കിളിലോ പുതിയതായി വന്ന ഒരു വ്യക്തിയാകാം. അല്ലെങ്കിൽ നിങ്ങളെക്കാൾ അറിവും എക്സ്പീരിയൻസും പല കാര്യങ്ങളിലും കുറഞ്ഞ ഒരു വ്യക്തിയാണ്. നിങ്ങൾ അവർക്ക് കൊടുക്കുന്ന താല്പര്യമില്ലായ്മയുടെ സൂചന പരിഗണിക്കാതെ തന്നെ നിങ്ങളുമായിട്ട് അടുക്കാൻ അവർ നിരന്തരം ശ്രമിക്കുന്നത് നിങ്ങൾ തന്നെ ശ്രദ്ധിക്കും. ഇപ്പോൾ നിങ്ങളുള്ളത്
തങ്ങളുടെ കൈവശമുള്ളതിൽ മുറുകെ പിടിക്കുന്ന ആളുകളുള്ള ഒരു അന്തരീക്ഷത്തിലാകാം. അത് എന്തെങ്കിലും വിവരങ്ങളോ അല്ലെങ്കിൽ അധികാരത്തിന്റെ അല്ലെങ്കിൽ പൊസിഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും റിസോഴ്സസോ ആകാം. അതുപോലെ അവർ പല കാര്യങ്ങളും തുറന്നു പറയാൻ മടിക്കുന്നതായി കാണുന്നു. അതെന്തെങ്കിലും വിജയത്തിന് വേണ്ടിയോ സുരക്ഷിതത്തിന് വേണ്ടിയോ ആകാം. ഈ ഒരു സ്വഭാവം ഉള്ളിലെ ഭയം കൊണ്ടാണെന്ന് തോന്നുന്നു. അധികാരം നഷ്ടപ്പെടും, സ്ഥാനം നഷ്ടപ്പെടും എന്നുള്ള ഭയമാകാം. തെളിച്ചു പറയുകയാണെങ്കിൽ ഈ സമയത്ത് നിങ്ങളുടെ കൈവശം എന്തെങ്കിലും റിസോഴ്സസ് ഉണ്ടെങ്കിൽ അത് ഭദ്രമായിട്ട് വെക്കാൻ പറയുന്നു. അത് ചിലപ്പോൾ നിങ്ങളുടെ എന്തെങ്കിലും സേവിങ്സ് ആകാം, അല്ലെങ്കിൽ എന്തെങ്കിലും വിവരങ്ങളാകാം. അത് എടുത്ത് ചിലവഴിക്കേണ്ട, അമിതമായിട്ട് ഉപയോഗിക്കേണ്ട സമയമല്ല ഇത് എന്ന് കാണുന്നു. അതുപോലെ 4 ഓഫ് പെന്റക്കിൾസ് പറയുന്നത് നിങ്ങളുടെ കൈവശമുള്ള വിലപ്പെട്ട വസ്തുക്കൾ സൂക്ഷിച്ചു വെക്കാനാണ്. കാരണം അത് നിങ്ങൾക്ക് പിന്നീട് ആവശ്യം വരുന്നതാണ്. ഈ ഒരു സമയം നിങ്ങൾക്ക് ഒരു നല്ല ഉപദേശം കിട്ടാനോ സത്യസന്ധമായിട്ടുള്ള ഒരു ബന്ധം കിട്ടാനോ വലിയ പ്രയാസമായിട്ട് നിങ്ങൾക്ക് തോന്നിയേക്കാം. നിങ്ങൾക്ക് എന്ത് ഉപദേശമാണോ വേണ്ടത് അത് നിങ്ങളിൽ തന്നെ ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളിൽ തന്നെ നോക്കി നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ ഫോളോ ചെയ്യുക. നിങ്ങൾ ഒറ്റയ്ക്കാണെന്നും നിങ്ങൾക്ക് ഇവിടെ നിന്നും ഒരു സപ്പോർട്ടും ലഭിക്കുന്നില്ല എന്നും നിങ്ങൾക്ക് തോന്നിയേക്കാം. എന്നാൽ നിങ്ങളിത് അറിയണം. നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ നിങ്ങൾ ദുർബലനല്ല. നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ കൂടുതൽ ശക്തരാണ്. നിങ്ങൾക്ക് ഒറ്റപ്പെട്ടതായ, ഏകാന്തമായി പോയി എന്നുള്ള തോന്നല് ഉള്ളതായി കാണുന്നു. പ്രത്യേകിച്ചും കഠിനമായ ഈ മത്സരബുദ്ധിയുള്ള ആളുകളുള്ള സ്ഥലങ്ങളില്. ഇവിടെ അവര് പ്രാധാന്യം കൊടുക്കുന്നതും താല്പര്യപ്പെടുന്നതും അവരുടെ വ്യക്തിപരമായ നേട്ടത്തിനും ട്രാൻസാക്ഷണൽ റിലേഷൻഷിപ്പിനുമാണ്. അവർ ഒരു നല്ല സമൂഹം കെട്ടിപ്പടുക്കാനോ അല്ലെങ്കിൽ യഥാർത്ഥ ബന്ധങ്ങൾ ഉണ്ടാക്കാനോ അല്ല ആഗ്രഹിക്കുന്നത്. നിങ്ങൾ നിരാശപ്പെടരുത്. ഇപ്പോൾ നിങ്ങൾ കടന്നു പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു ട്രാൻസിഷണൽ അല്ലെങ്കിൽ പരിവർത്തന ഘട്ടത്തിലാണ്. നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാന 2 ഘട്ടങ്ങൾക്കിടയിലാണ് നിങ്ങൾ ഇപ്പോൾ ഉള്ളത്. ജീവിതത്തിന്റെ ഈ ഒരു ഘട്ടം അവസാനിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ആ ഒരു ഘട്ടത്തിലേക്ക് കടക്കും. അപ്പോൾ നിങ്ങൾക്ക് ചുറ്റുമുള്ള എനർജിയിൽ ഒരു മാറ്റം നിങ്ങൾ ശ്രദ്ധിക്കും. അതുപോലെ നിങ്ങളുടെ ചുറ്റുമുള്ള വ്യക്തികളും അതുപോലെ മാറും. സത്യസന്ധമായ ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ബന്ധങ്ങൾ ഉണ്ടാക്കാൻ താല്പര്യമുള്ള വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. നിങ്ങളിൽ ചിലർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇനി പറയുന്നത്. നിങ്ങൾ വിശ്വസിച്ചിരുന്ന അല്ലെങ്കിൽ ആദരിച്ചിരുന്ന ആരോ നിങ്ങളെ വഞ്ചിച്ചു. ഇത് നിങ്ങളുടെ അടുത്ത ഒരു വ്യക്തിയാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി സ്ഥലത്തുള്ള ഒരു വ്യക്തിയുമാകാം. ഇത് സംഭവിച്ചത് ഈ അടുത്തല്ല എന്ന് കാണുന്നു, കുറച്ചു കാലം മുൻപ്. ഇത് നിങ്ങൾക്കുള്ള ഒരു കൺഫർമേഷൻ ആണ് ആ വ്യക്തി ചെയ്തതിനുള്ള പ്രതിഫലം അവർക്ക് ലഭിക്കുന്നു എന്നുള്ളതിന്. അവർക്ക് അടുത്തിടെയായി അവരുടെ കർമ്മം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കാരണവുമില്ലാതെ നിങ്ങളെ വേദനിപ്പിച്ചുകൊണ്ട് അവര് സ്വയം സൃഷ്ടിച്ച കർമ്മകടം ഇപ്പോഴും അവര് വീട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് കാണുന്നു. ഈ വ്യക്തി ഒരു ശല്യക്കാരനാണ്. അവർ നിങ്ങളോട് ചെയ്തത് യുക്തിക്ക് നിരക്കാത്തതും പക്വതയില്ലാത്തതുമായിരുന്നു. അത് നിങ്ങൾ അർഹിക്കുന്നതായിരുന്നില്ല. നിങ്ങൾ ഒരു വിഷമകരമായ സാഹചര്യത്തിൽ ആയിരുന്നതിനാൽ അവര് നിങ്ങളെ മുതലെടുത്തു. ഈ വ്യക്തിക്ക് കുറ്റബോധം തോന്നുന്നതായി ഞാൻ കാണുന്നു. അവർ ചെയ്തതിനുള്ള കർമ്മം ലഭിക്കുമ്പോൾ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളോട് ചെയ്തതിലുള്ള പ്രതിഫലമാണ് അവർക്ക് ലഭിച്ചത് അല്ലെങ്കിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് അവർ മനസ്സിലാക്കും. അവർക്ക് അവർ ചെയ്ത എല്ലാം ഓർമ്മ വരികയും ക്ഷമ ചോദിക്കാൻ അവർ നിങ്ങളിലേക്ക് എത്താൻ പോലും സാധ്യതയുണ്ട്. അവരുടെ ഈ ക്ഷമാപണം ഒരു സാധാരണ ക്ഷമാപണമായിരിക്കില്ല. അത് കുറ്റബോധത്താൽ ഉണ്ടായ ക്ഷമാപണമായിരിക്കും. അതുപോലെ വരുന്ന സമയങ്ങളിൽ നിയമപരമായ കാര്യങ്ങൾക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലും നിങ്ങൾക്ക് അനുകൂലമായ ധാരാളം ന്യായമായ ഫലങ്ങൾ കാണാൻ കഴിയും. വീണ്ടും പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ബാലൻസ് ആകാൻ പോകുന്നതായി കാണുന്നു. മുൻപ് കാര്യങ്ങളെല്ലാം എങ്ങനെയായിരുന്നോ അതുപോലെ ആകുന്നതായി കാണാം.
നിങ്ങളുടെ കർമ്മകടം നിങ്ങൾ വീട്ടിയിരിക്കുന്നു. ജീവിതത്തിലെ വേദനാജനകമായിട്ടുള്ള ഒരു കാലഘട്ടത്തിന്റെ അവസാനത്തിൽ നിങ്ങളെത്തി. നിങ്ങളെ പാസ്റ്റിൽ വേദനിപ്പിച്ച ഒരുപാട് വ്യക്തികൾക്ക് കർമ്മഫലം വരുന്നത് നിങ്ങൾ കാണുമെന്ന് പ്രതീക്ഷിക്കാം. നിങ്ങൾ ജസ്റ്റിസിന്റെ ഒരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. നിങ്ങൾ ഒരുപാട് നാളായി നിയമപരമായ അല്ലെങ്കിൽ കോർട്ട് കേസ് കൈകാര്യം ചെയ്യുകയാണെങ്കിൽ അതിന്റെ റിസൾട്ട് അല്ലെങ്കിൽ ഫലം നിങ്ങൾക്ക് അനുകൂലമാകുമെന്നും നിങ്ങൾക്ക് അർഹമായ നീതി ലഭിക്കുമെന്നും പ്രതീക്ഷിക്കുക. ഈ മത്സര അന്തരീക്ഷം നിങ്ങളുടെ മാനസികാവസ്ഥയും ആത്മാഭിമാനത്തെയും ശരിക്കും ബാധിക്കുന്നു. ചില സമയത്ത് നിങ്ങൾ നിങ്ങളുടെ നേട്ടങ്ങളോ ഒക്കെ മറ്റുള്ളവരുമായി കമ്പയർ ചെയ്യുന്നതായിട്ട് കാണുന്നു. വലിയ പ്രതീക്ഷകൾ അല്ലെങ്കിൽ വലിയ എക്സ്പെക്ടേഷൻസ് നിറവേറ്റുന്നതിനായിട്ട് നിങ്ങൾക്ക് നിരന്തരമായ സമ്മർദ്ദം അനുഭവപ്പെടുന്നുണ്ടാകാം. അത് നിങ്ങളിൽ ഏകാന്തതയും ക്ഷീണവും ഉണ്ടാക്കുന്നുണ്ടാകാം. ചില കാര്യങ്ങൾ മറ്റുള്ള വ്യക്തികളെ നിങ്ങളുടെ മാനസികാവസ്ഥയെയും ജീവിതത്തെയും സ്വാധീനിക്കാൻ നിങ്ങൾ അനുവദിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളുടെ കഴിവുകളെയും നിങ്ങളെയും നിങ്ങൾ സംശയിക്കുന്നത് നിർത്തുക. നിങ്ങളുടെ ജീവിതത്തെ, നിങ്ങളുടെ ജോലിയെ, നിങ്ങളുടെ ജീവിത നിലവാരത്തെ മറ്റുള്ളവരുടേതുമായിട്ട് താരതമ്യപ്പെടുത്തുന്നത് നിർത്തുക. നിങ്ങൾ ചില കാര്യങ്ങളിൽ ഡിറ്റാച്ച്മെന്റ് പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്. അത് നിങ്ങളിൽ ഇപ്പോഴുള്ള സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കും. മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കും എന്ന് ചിന്തിക്കാതെ ഫ്രീ ആയിട്ട് ജോലി ചെയ്യാനും ചിന്തിക്കാനും പലതരത്തിലുള്ള നല്ല ഐഡിയാസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിനും ഇത് സഹായിക്കും. ടോക്സിക് ആയിട്ടുള്ള പെർഫെക്ഷനിസം ഒരിക്കലും സഹായിക്കില്ല. നിങ്ങൾക്ക് താങ്ങാൻ കഴിയാത്ത വേഗത്തിലാണ് നിങ്ങൾ സഞ്ചരിക്കുന്നതെന്ന് ഞാൻ കാണുന്നു. പലപ്പോഴും നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നില്ല എന്ന് തോന്നുന്നു. അതുപോലെ നിങ്ങളിൽ ചിലർക്ക് എന്തെങ്കിലും നഷ്ടപ്പെടുമോ എന്ന ഭയം ഉണ്ടാകാം. നിങ്ങളുടെ ജീവിത വേഗതയ്ക്കൊപ്പം എത്താൻ കഴിയുന്നില്ലെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. നിങ്ങൾ ഇങ്ങനെ എന്തുകൊണ്ട് ചിന്തിക്കും എന്ന് മനസ്സിലാക്കാൻ കഴിയും. കാരണം ഇത്ര ഒരു കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള എൻവയോൺമെന്റിലാണ് അല്ലെങ്കിൽ മത്സരമാണ് നിങ്ങൾക്ക് ചുറ്റും ഉള്ളത്. അങ്ങനെ മത്സര ബുദ്ധിയുള്ള വ്യക്തികളാണ് ഇപ്പോഴും നിങ്ങളുടെ ചുറ്റുമുള്ളത്. ഈ ചിന്തകൾ നിങ്ങൾക്ക് കൂടുതൽ സമ്മർദ്ദവും സ്ട്രെസ്സുമാണ് തരുന്നത്. നിങ്ങളുടെ ഈ ചിന്താഗതി മാറ്റി എല്ലാം ഈസി ആയിട്ട് എടുക്കാനാണ് പറയുന്നത്. നിങ്ങൾ നിങ്ങളോട് തന്നെ പറയുക, കുറച്ച് പതുക്കെ സഞ്ചരിച്ചാൽ മതിയെന്ന്. ജീവിതത്തിലെ ചെറിയ ചെറിയ ബ്രേക്സ് എടുക്കുന്നത് തെറ്റില്ല എന്ന്. ഈ ജീവിതയാത്ര ആസ്വദിക്കാൻ ശ്രമിക്കുക. പ്രതിഫലത്തിന് വേണ്ടി മാത്രം ഓടാതെ നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടുന്ന ചെറിയ ചെറിയ നേട്ടങ്ങൾക്ക് പോലും ആഘോഷിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന വെല്ലുവിളികളിൽ നിന്നും പഠിക്കുക. അത് വിലമതിക്കുന്നതാണ്. അതുപോലെ മെയ്, ജൂൺ ആകുമ്പോഴേക്കും നിങ്ങളുടെ ഭാഗ്യം ഒരു പോസിറ്റീവ് ദിശയിലേക്ക് നീങ്ങും. നിങ്ങൾക്ക് വലിയ ഒരു റിവാർഡ് കിട്ടും. അതിൽ നിങ്ങൾ ശരിക്കും നന്ദിയുള്ളവരായിരിക്കും. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കാം അത്. നിങ്ങൾക്ക് ഒരുപാട് സമാധാനം ലഭിക്കുന്നതായി കാണുന്നു. ഇത് നിങ്ങളുടെ ഒരു വിജയമാകാം, നിങ്ങളുടെ ഒരു ലക്ഷ്യമാകാം. നിങ്ങളിപ്പോൾ നേടുന്നത് ഒരു പ്രൊമോഷൻ ആകാം, സാമ്പത്തിക നേട്ടമോ ആകാം. അതുപോലെ ചില വ്യക്തികൾ നിങ്ങൾക്ക് ഉപദേശം നൽകാം. അത് നല്ലതാണോ എന്ന് ശ്രദ്ധിക്കുക. കാരണം ചിലപ്പോൾ ചില ഉപദേശം നിങ്ങളെ വഴിതെറ്റിക്കാം. അവരുടെ ഉപദേശം നന്നായി വിലയിരുത്തുക. ഒരു സഹായം എന്നുള്ള രീതിയിൽ തരുന്നത് കൊണ്ട് അല്ലെങ്കിൽ ആവശ്യമുള്ള ഘട്ടത്തിൽ ലഭിക്കുന്നത് കൊണ്ട് നന്നായി അനലൈസ് ചെയ്തതിനു ശേഷം മാത്രം നിങ്ങൾ സ്വീകരിക്കുക. അല്ലെങ്കിൽ ഇത് നിങ്ങളെ ഹാം ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് ശ്രദ്ധിക്കുക. ഉപദേശങ്ങൾ സ്വീകരിക്കുന്നതിന് മുൻപ് നിങ്ങൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ കൂടി നോക്കുക, വിലയിരുത്തുക. ഇത് നിങ്ങൾക്കുള്ള ഒരു നല്ല ന്യൂസ് ആണ്. വരുന്ന 6 മാസത്തിനുള്ളിൽ നിങ്ങളുടെ ഒരു വലിയ ആഗ്രഹം യാഥാർത്ഥ്യമാകാൻ പോകുന്നു. നിങ്ങൾ വളരെ കാലമായിട്ട് ആഗ്രഹിച്ചു കൊണ്ടിരുന്ന, പരിശ്രമിച്ചു കൊണ്ടിരുന്ന ഒരു കാര്യമാണ്. സ്വപ്നം സാധിക്കുന്നത് പോലെ നിങ്ങൾക്ക് തോന്നിയേക്കാം.
ഇത് നടക്കുമ്പോൾ നിങ്ങൾക്ക് ആദ്യം വിശ്വസിക്കാൻ പോലും പ്രയാസമുണ്ടായിരിക്കാം. ഈ ആഗ്രഹം നിങ്ങളുടെ കരിയറുമായിട്ട് ബന്ധപ്പെട്ടത് മാത്രമാകണം എന്ന് നിർബന്ധമില്ല. ചിലപ്പോൾ ഇത് നിങ്ങളുടെ റിലേഷൻഷിപ്പായിട്ട് ബന്ധപ്പെട്ടതോ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടതോ ആകാം. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പാർട്ട്ണറിനെ ലഭിക്കുന്നതോ ഒരു പുതിയ വീട്ടിലോട്ട് താമസം മാറുന്നതോ ആകാം. ശുഭപ്രതീക്ഷയോടെ വരുന്ന മാറ്റത്തിനു വേണ്ടി കാത്തിരിക്കുക. ആ വിജയം ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ട്, ലക്ഷ്യം നേടിയതിന് വേണ്ടിയിട്ട് സന്തോഷിക്കുക. സർവേശ്വരന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും എല്ലാവർക്കും ഉണ്ടാകട്ടെ. വീണ്ടും ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.